സഹൃദയരെ, ട്രിപ്പ് അപ്പ് കേരളയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പുരോഗതിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായി ഡ്രോൺ ക്യാമറ കാഴ്ചകളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 30ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള രണ്ടാമത് റീച്ചിൽ ഉൾപ്പെട്ട പന്തിരങ്കാവ് വരെയുള്ള വീഡിയോയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത്. പന്തിരങ്കാവ് മുതൽ മാളിക്കടവ് ജംഗ്ഷൻ വരെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. പന്തിരങ്കാവ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചതായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. കോഴിക്കോട് ബൈപ്പാസിലെ ഒരു പ്രധാന ജംഗ്ഷനാണ് പന്തിരങ്കാവ് ജംഗ്ഷൻ. കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒളവണ്ണ മാങ്കാവ് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പുത്തൂർമടം വഴി പെരുമണ്ണ ഊർക്കടവ് ഭാഗത്തേക്കും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പന്തിരങ്കാവ് ജംഗ്ഷനിൽ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഇരുവശവും വീതി കൂട്ടിയിട്ടിരിക്കുന്നതോടൊപ്പം തന്നെ വലതുവശത്തായി GSB WMM മിക്സുകൾ നിരത്തിയിട്ടിരിക്കുന്നതായി കാണാം. അവിടെ വിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായ പ്രവൃത്തികളൊന്നും തന്നെ നടക്കുന്നതായി കാണുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പരാമർശിക്കാൻ വിട്ടുപോയിരുന്നു. പ്രേക്ഷകരൊരാൾ അത് കമൻറ്റിൽ ചോദിക്കുകയും ചെയ്തു. കോഴിക്കോട് ബൈപ്പാസിൻ്റെ കരാറും പ്രവൃത്തിയും മറ്റ് ഇതര റീച്ചുകളെ അപേക്ഷിച്ച് വർഷങ്ങൾ പഴക്കമുള്ള സങ്കീർണതയിൽ കുഴഞ്ഞുമറിഞ്ഞ ഒരു വിഷയമാണ്. കേരളത്തിൽ ദേശീയപാത 45 മീറ്ററിലേക്ക് തീരുമാനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ 45 മീറ്ററിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വികസനം അത് വൈകി പോവുകയായിരുന്നു. പദ്ധതിയുടെ ഭീമൻ ചെലവ് തന്നെയായിരുന്നു കേന്ദ്രാനുമതി വൈകാനുള്ള കാരണവും. ഏറെ ഇടപെടലുകൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം 2017 കൂടിയാണ് കേന്ദ്രം കോഴിക്കോട് ബൈപ്പാസ് വികസിപ്പിക്കുന്നതിനാവശ്യമായ പച്ചക്കൊടി കാണിച്ചത്. ഒരു തുടർക്കഥ പോലെ പറഞ്ഞു പോവേണ്ട ആ ടെൻഡർ ചരിത്രത്തിനിടയിൽ നിലവിലെ റോഡിൻ്റെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് കൊണ്ട് ഇടയ്ക്ക് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വീണ്ടും റോട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ പന്തിരങ്കാവിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് നമ്മൾ എത്തിയിരിക്കുന്നത് ഡെക്കാത്തലോൺ കഴിഞ്ഞ് മാമ്പുഴ പാലത്തിന് സമീപമാണ്. ഇവിടെ നിലവിലുള്ള മാമ്പുഴ പാലത്തിന് ഇടതുവശം ചേർന്നുകൊണ്ട് 128 മീറ്ററിൽ ഒരു സമാന്തര പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ പ്രവൃത്തികളിൽ കാര്യമായൊരു പുരോഗതി മുൻ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായിരുന്നാലും അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രദേശങ്ങളിലൊന്നും കാര്യമായ വികസന പ്രവൃത്തികളൊന്നും കാണുന്നില്ല. മാമ്പഴപ്പാലം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കൂടത്തുംപാറ റോഡ് ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. അവിടം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായ പ്രവൃത്തികളൊന്നും എവിടെയും നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നമ്മുടെ ടെൻഡർ വിശേഷത്തിലേക്ക് തന്നെ തിരികെ പോകാം. 2018 ജനുവരിയിൽ നടന്ന ഈ പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ ഹൈദരാബാദ് ആസ്ഥാനമായ KMC കമ്പനിക്കാണ് കരാർ ലഭിച്ചത്. ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ അഥവാ HAM സിസ്റ്റത്തിലാണ് ഈ റീച്ചിലെ കരാർ KMC കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ എന്നാൽ പദ്ധതിയുടെ 40% ചെലവ് സെൻട്രൽ ഗവൺമെൻറ് വഹിക്കുകയും ബാക്കി 60% നിർമ്മാണ കമ്പനി തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണ്. കമ്പനി മുടക്കുന്ന 60% പിന്നീട് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ നേരിട്ട് ടോൾ പിരിച്ച് കമ്പനിക്ക് തിരിച്ചടക്കുന്ന രീതിയാണ് ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ എന്ന് പറയുന്നത്. 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്ന വ്യവസ്ഥയിൽ 2018 ഏപ്രിൽ 4 KMC കമ്പനി നിർമ്മാണ കരാർ ഒപ്പിടുന്നത്. അക്കണക്കിന് 2020 അഥവാ 2 വർഷം മുമ്പ് ഈ റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ ഓടേണ്ടതായിരുന്നു. എന്നാൽ നിർമ്മാണ കരാർ നേടിയിട്ടും യഥാസമയം ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കാൻ KMC കമ്പനിക്കായില്ല. ഇത് കോഴിക്കോട് ദേശീയപാത പദ്ധതിയുടെ പ്രവൃത്തിയെ അനിശ്ചിതത്വത്തിലാക്കിയെന്ന് പറയാം. നിരവധി തവണ സമയം നീട്ടി നൽകിയിട്ടും പ്രവൃത്തി ആരംഭിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്ത്യശാസനങ്ങൾ ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നിരവധി തവണ വാണിംഗ് നൽകിയിട്ടും ഒടുവിലാണ് കഴിഞ്ഞ വർഷം അഥവാ 2021 കൂടി കമ്പനി പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇതിനിടയിൽ നിരവധി അടിയൊഴുക്കുകളും ഇടപെടലുകളും ഈ വിഷയത്തിൽ നടക്കുകയുണ്ടായി.
കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടക്ക് റോഡിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. കോഴിക്കോട്ടെ പ്രമുഖ ഷോപ്പിംഗ് കോംപ്ലക്സായ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുമ്പായി ഒരു ഫ്ലൈ ഓവർ ആരംഭിക്കുന്നുണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ നീളം ഏതാണ്ട് 2 കിലോമീറ്ററാണ്. ഹൈലൈറ്റ് മാളും സൈബർ പാർക്ക് അടക്കമുള്ള പ്രദേശങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ആ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി ദേശീയപാതയിൽ ഹൈലൈറ്റ് മാളിന് മുമ്പിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നിരത്തിയിട്ടിരിക്കുന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടങ്ങളിൽ നടക്കുന്നതായി നമുക്ക് കാണുന്നില്ല. KMC കമ്പനി കരാർ ഏറ്റെടുത്ത കൊച്ചി കോയമ്പത്തൂർ ദേശീയപാതയിലെ മണ്ണുത്തി വടക്കാഞ്ചേരി ഹൈവേ പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകിയതോടെ കമ്പനി സാമ്പത്തികമായ പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുതിരാൽ തുരങ്കം അടക്കമുള്ള പ്രവൃത്തികൾ നിശ്ചയിച്ചതിലും എത്രയോ മാസങ്ങളും വർഷങ്ങളും വൈകിയത് കമ്പനിയെ സാമ്പത്തിക സ്ഥിതിയിൽ സാരമായി ബാധിച്ചു എന്നാണ് അറിയുന്നത്. നിർമ്മാണ കരാർ നേടി 1.5 വർഷം കഴിഞ്ഞിട്ടും KMC കമ്പനിക്ക് കോഴിക്കോട് ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ഈ പ്രദേശത്തെ ഗതാഗതം ദുസ്സഹമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതൊരു തലവേദനയായി മാറുകയും സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര ഉപരിതല മന്ത്രാലയവുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. KMC കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് കോടതി നടപടികളിലേക്ക് നീങ്ങാനും നിയമ നടപടികളിലേക്ക് നീങ്ങി റോഡ് നിർമ്മാണം അനിശ്ചിതമായി വൈകുമെന്നതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയിട്ടും കരാർ കമ്പനിയെ മാറ്റാൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് തയ്യാറാവാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണത്തിന് മാത്രമായി KMC കമ്പനി രൂപീകരിച്ച കാലിക്കറ്റ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇൻഗൽ അതിൻ്റെ ഓഹരി ഏറ്റെടുക്കുകയും ആവശ്യമായ ബാങ്ക് ഗ്യാരണ്ടിയായ 125 കോടി രൂപ കെട്ടിവെക്കുകയും ചെയ്തു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രധാനമായ ഇടപെടൽ. എന്നിട്ടും റോഡ് പണി ആരംഭിക്കാൻ KMC കമ്പനിക്ക് 2019 കഴിഞ്ഞില്ല എന്നാണ് വസ്തുത. 2020 വിഷയത്തിൽ കോഴിക്കോട് MP-യും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുമൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും വൻകിട കമ്പനിയായ വെൽസ്പൺ കമ്പനിയെ നിർമ്മാണ കരാർ ഏൽപ്പിക്കാനുള്ള ശ്രമം നടന്നുവെങ്കിലും ഇരു കമ്പനികളും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക വരെ ചെയ്തുവെങ്കിലും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ലഭിക്കാത്തതിനാൽ ഈ പ്രവൃത്തി വൈകുകയും 3 വർഷം പദ്ധതി വൈകിപ്പിച്ചതിന് KMC കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ചുമത്തിയ 17 കോടി രൂപയുടെ പിഴ അത് ആരോടുക്കുമെന്നുള്ള വ്യവസ്ഥയിലും പുതിയ കരാറായി പരിഗണിച്ചുകൊണ്ട് സമയം നീട്ടി നൽകണമെന്ന വെൽസ്പണിന്റെ ആവശ്യം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നിരാകരിച്ചതിനാലും വെൽസ്പൺ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും വീണ്ടും KMCയെ തന്നെ ഈ പ്രവൃത്തി ഏൽപ്പിക്കാനും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ദേശീയപാതയുടെ ടെൻഡർ കഥകളും പറഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തൊണ്ടയാട് ജംഗ്ഷനിലാണ്. തൊണ്ടയാട് ജംഗ്ഷൻ കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നും വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അതുപോലെ തന്നെ മാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കോർപ്പറേഷൻ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങി സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് തിരിയുന്ന പ്രദേശമാണ് ഇടതുഭാഗത്തേക്കുള്ള റോഡ്. തൊണ്ടയാട് ബൈപ്പാസിൽ നിലവിലൊരു ഫ്ലൈ ഓവർ ഉണ്ട്. ഈ ഫ്ലൈ ഓവറിന് സമാന്തരമായിക്കൊണ്ട് മറ്റൊരു ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തി വലതുഭാഗം ചേർന്ന് നടക്കുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ പില്ലറിന് ആവശ്യമായ ബേസ് കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ അവിടുത്തെ പൈലിംഗ് പ്രവൃത്തികളായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊരു നേരിയ പുരോഗതി നമുക്ക് കാണാവുന്നതാണ്. അവിടെ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ GSB WMM ലെയറുകൾ അതായത് കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ റിട്ടൈനിങ് വാളിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സങ്കീർണമായ ഈ പ്രശ്നങ്ങൾ നീണ്ടു പോകുന്ന ഈ വർഷങ്ങളിലൊക്കെ തന്നെ ദേശീയപാതയിൽ കോഴിക്കോട് ബൈപ്പാസ് പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി നിരവധി തവണ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. 2ാം പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കോഴിക്കോട്ടുകാരൻ കൂടിയായ PM മുഹമ്മദ് റിയാസ് ശക്തമായി ഇടപെടുകയും അറ്റകുറ്റപ്പണികൾ നടത്താതെ പൊട്ടിപ്പൊളിഞ്ഞ കോഴിക്കോട് ബൈപ്പാസ് KMC കമ്പനി കൊണ്ട് തന്നെ
അറ്റകുറ്റപ്പണികൾ തീർപ്പിക്കുകയും ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയമായിരുന്നു. നിരവധി തവണ പൊതുമരാമത്ത് മന്ത്രിയും ജില്ലാ കലക്ടറും ദേശീയപാത ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും മാരത്തോൺ മീറ്റിംഗുകൾ കൂടിയതിനു ശേഷമാണ് കഴിഞ്ഞ വർഷം മധ്യത്തോടു കൂടി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം അഥവാ 2021 മധ്യത്തോടെ KMC കമ്പനി നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻകലിന് കൂടി പങ്കാളിത്തമുള്ള കാലിക്കറ്റ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സബ് കമ്പനിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഒരുപക്ഷെ ദേശീയപാത 66 മറ്റൊരു റീച്ചിലുമില്ലാത്ത സങ്കീർണതയാണ് ഈ വിഷയത്തിൽ എന്നതുകൊണ്ടാണ് ഇതിത്രയും വിശദീകരിച്ച് പ്രതിപാദിക്കേണ്ടി വന്നത്. തൊണ്ടയാട് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ വശങ്ങളിലൊക്കെ റിട്ടൈനിങ് വാളിൻ്റെ പ്രവൃത്തിയാണ് കാര്യമായി നടക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ GSB WMM ലെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും മുന്നോട്ട് പോയി നമ്മൾ ഏതാണ്ട് മലാപ്പറമ്പ് എത്തുന്നത് വരെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വശങ്ങൾ നിരപ്പാക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള റോഡിൻ്റെ ലെവലിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും ഒരുപാട് പ്രവൃത്തികൾ അവിടെ ബാക്കി കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടെ പിന്നിട്ട് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലെത്തുമ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അവിടങ്ങളിലൊന്നും പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ടില്ല. ദേശീയപാതയിൽ കോഴിക്കോട് ബൈപ്പാസിലെ മറ്റൊരു പ്രധാന ജംഗ്ഷനാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇക്ര ഹോസ്പിറ്റൽ, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് പോകുന്നത്. വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ കോഴിക്കോട് നിന്നും കൊടുവള്ളി താമരശ്ശേരി ചുരം വഴി വയനാട് വഴി മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന അതിപ്രധാനമായ ഹൈവേ ആണ് ഉള്ളത്. ഏതായിരുന്നാലും മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഉയർന്നു നിൽക്കുന്ന റോഡിൻ്റെ ഇരുവശവും മണ്ണിട്ട് നികത്തി ഈ റോഡിനോട് ലെവൽ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ വേണ്ട രീതിയിൽ ആരംഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും അവിടെ പിന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ റോഡിൻ്റെ വശങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് നിരപ്പാക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടങ്ങളിലൊക്കെ GSB ലെയർ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും കോഴിക്കോട് ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തികൾ പൊതുവെ വളരെ സ്ലോവിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് മറ്റ് റീച്ചുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അഥവാ മലാപ്പറമ്പിനും വെങ്ങേരി ജംഗ്ഷനും ഇടയിലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നിലവിലുള്ള റോഡ് ഭൂമി നിരപ്പിൽ നിന്നും ഏതാണ്ട് ഒരു 2-3 മീറ്ററോളം ഉയർന്നു നിൽക്കുന്നതിനാൽ ആ പ്രദേശങ്ങളൊക്കെ തന്നെ മണ്ണിട്ട് ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ ഭാഗികമായി ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. അവിടെ പിന്നിട്ട് നമ്മൾ എത്തുന്നത് പിന്നീട് വെങ്ങേരി ജംഗ്ഷനിലാണ്. വെങ്ങേരി ജംഗ്ഷനിൽ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് പോകുന്നത്. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. വെങ്ങേരി ജംഗ്ഷനിൽ ഒരു ഓവർപാസാണ് വരുന്നത്. പക്ഷേ ഓവർപാസുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങളൊന്നും ഇവിടെ ആരംഭിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. വെങ്ങേരി ജംഗ്ഷനും കഴിഞ്ഞ് പോകുമ്പോൾ അവിടങ്ങളിലൊക്കെ റോഡിൻ്റെ വശങ്ങൾ നേരിയ രീതിയിലൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ റിട്ടൈനിങ് വാളിൻ്റെയും അതുപോലെ തന്നെ കൾവർട്ടുകളുടെയും ഒക്കെ പ്രവൃത്തികൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അല്പം കൂടി മുന്നോട്ട് പോയി ഏതാണ്ട് മാളിക്കടവ് എത്തുന്നതോടെ നമ്മൾ ഈ വീഡിയോ അവസാനിക്കും. മാളിക്കടവ് കഴിഞ്ഞ് മുഖവൂരിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അവിടം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. സാധാരണ നമുക്ക് പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ വരുന്ന മിസ്റ്റേക്കുകളുമൊക്കെ കമൻറ്റുകളിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ട്രിപ്പ് അപ്പ് കേരളയുടെ ഈ ഒരു യാത്രയിൽ സഹകാരികളാവുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും സമാന ചിന്താഗതിക്കാരിലേക്കും ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലിനെയും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ട്രിപ്പ് അപ്പ് കേരളയുടെ ഈ ഒരു എഫർട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് താങ്ക്സ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സംഭാവനകൾ നൽകിയ നിരവധി പേരുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലും ഇതിനു മുമ്പ് ഉള്ള പല എപ്പിസോഡുകളിലും നമുക്ക് സംഭാവനകൾ അയച്ച ആളുകളുണ്ട്. ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അവരോടൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ
കോഴിക്കോട് റീച്ചിലെ അവസാന സെക്ഷനായി ഇന്ന് നമ്മൾ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങി വെങ്ങളം ജംഗ്ഷനിൽ അവസാനിക്കുന്ന അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.